നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗം 3. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗം 3. യം പ്രവൃജന്തമനുപേതമതേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവേഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ആ 1ാമത്തെ ശ്ലോകത്തിന് അർത്ഥം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഇവിടെ സർവഭൂതഹൃദയം ഒരു വാക്കുണ്ട്. സർവഭൂതഹൃദയം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന ചൈതന്യം ഒന്നാണ്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, സ്ത്രീ, പുരുഷ, നപുംസിക, ലിംഗഭേദങ്ങൾ, വർണ്ണഭേദങ്ങൾ, ക്ലാസ് കോൺഷ്യസ്നസ് ഒന്നുമില്ലാതെ കണ്ട് കരയിലുള്ള ഏറ്റവും ചെറുതും ഒറ്റക്കോശമായ അമീബ മുതൽക്ക് ആന മുതലായ ഭീമാകാരമായിട്ടുള്ള നാട്ടുമൃഗങ്ങൾക്കും വീട്ടുമൃഗങ്ങൾക്കും സമുദ്രത്തിൽ കാണുന്ന ജീവജാലങ്ങൾക്കും അന്തരീക്ഷത്തിൽ കാണാവുന്ന ജീവികൾക്കും എല്ലാം ഹൃദയമുണ്ട്. ആ ഹൃദയത്തിലാണ് പരബ്രഹ്മ ജ്യോതിസ്, നിരാകാരനായിരിക്കുന്ന ഭഗവാൻ. നിങ്ങളും ഞാനും ശിവനെന്നും കൃഷ്ണനെന്നും ഹരിയെന്നും എന്തൊക്കെ വിളിക്കുന്നുണ്ടോ അതൊക്കെ നിരാകാരമാണ്, ഭാവനയാണ്, ഭവസാഗരം. അപ്പോൾ ഇവിടെ സർവഭൂതഹൃദയം മുനിമാനതോസ്മി. എങ്ങനെയാണ് ശുഗബ്രഹ്മ മഹർഷിയുടെയും വ്യാസഭഗവാന്റെയും, വ്യാസരെന്നും പറയാം, വ്യാസഭഗവാൻ എന്ന് പറയണം. അദ്ദേഹം ഭഗവാനാണ്. കൃഷ്ണദ്വൈപായനൻ ഭഗവാൻ വിഷ്ണു തന്നെയാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഇത് എഴുതാൻ പറ്റില്ല. അപ്പോൾ സർവഭൂതഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ ഞാൻ നമസ്കരിക്കണം. അപ്പോൾ പറയുന്നുണ്ട്, പിതാവിൽ കൂടെ തൻ്റെ അച്ഛനെന്നുള്ള ഭാവമില്ലാതെ സന്യസിച്ചു പോകുന്ന, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, പിതാവിൽ കൂടെ തൻ്റെ അച്ഛനെന്നുള്ള ഭാവമില്ലാതെ. ആരച്ഛൻ, ഏതച്ഛൻ? ഭാഗവതത്തിലെ 6ാം സ്കന്ധത്തിലെ ഒരു രസകരമായിട്ടുള്ളൊരു കഥ വരും. എന്താ കഥ? ഒരു രാജാവിന് 1000 ഭാര്യമാർ. അപ്പോൾ അനപത്യ ദുഃഖം, 1000 ഭാര്യമാരിലും കുട്ടികളുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈശ്വര ഇച്ഛ പോലെ അങ്കിരസ് മഹർഷി അവിടെ വന്നു ചേരുകയാണ്. നാരദരുണ്ട് തോന്നുന്നു. അവർ ഈ രാജാവിൻ്റെ അടുത്ത് പുത്രദുഃഖത്തിന് എന്താ നിങ്ങൾക്ക് മുഖത്തിനൊരു മ്ലാനത? അപ്പോൾ പറഞ്ഞു, എനിക്ക് 1000 ഭാര്യമാരുണ്ട്, ആരിലും എനിക്ക് കുട്ടി ജനിച്ചില്ല. അത് സാരമില്ല, ഞാൻ നിങ്ങൾക്ക് പഴം തരാം, അല്ലെങ്കിൽ പായസം തരാം, ബ്ലെസ്സിങ് തരാം, നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവുന്നതായി. ഓ ശരി. അതിലൊരാൾക്ക് കുട്ടിയുണ്ടായി, ഒരാൾക്ക്. അപ്പോൾ രാജാവ് ബാക്കി 999 ഭാര്യമാരുടെ അടുത്തും പോകാതെ ഉണ്ടായി. ഇപ്പം എന്താ നിങ്ങൾക്ക് കഥ മനസ്സിലായത്? ഞാൻ ഇന്നലെ അറിയാതെ കണ്ട് എത്രയോ കോഷ്യസായിട്ടാണ് ഞാൻ സംസാരിക്കുക. പക്ഷെ ഭഗവാൻ ചില തോക്കിൻ്റെ ഉണ്ട വെച്ച് തരും, ഞാനത് പൊട്ടിക്കും. പുരുഷൻ സ്ത്രീയെ വിവാഹം ചെയ്യുന്നത് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറയുണ്ടായി. അതാണ് ഇവിടെ സംഭവിച്ചത്. 1000 ഭാര്യമാരുള്ളതിൽ ഒരാൾക്ക് കുട്ടി ഉണ്ടായപ്പോൾ രാജാവിന് ശ്രദ്ധ കുട്ടിയോട് മാത്രമായി. കുറച്ചു കാലം കഴിഞ്ഞു. 999 ഭാര്യമാരും ഒറ്റയ്ക്ക് ഭർത്താവിനും
ഭർത്താവായിരിക്കുന്ന രാജാവിനും പട്ടമഹിഷിയായിട്ട് കുട്ടി ഉണ്ടായിട്ടുള്ള രാജ്ഞിക്കും എതിരായി. കഥ ചുരുക്കി പറയാം. ഒരു ദിവസം ഒരു 16 വയസ്സായ കുട്ടിക്ക് ഇനി കിരീടധാരണം വേണം യുവരാജാവായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരും കൂടി തീരുമാനിച്ച് ഈ കുട്ടിക്ക് വിഷം കൊടുത്തു. ഈ കുട്ടി മരിച്ചു. അലമുറ ഇടാൻ തുടങ്ങി രാജാവും രാജ്ഞിയും. ഇവരൊക്കെ മുതലക്കണ്ണീര് പൊഴിക്കാൻ തുടങ്ങി. എന്താ മുതലക്കണ്ണീര് എന്ന് പറഞ്ഞാൽ? അത് കരകയല്ല, മുതലയുടെ ശരീരത്തിലുള്ള ചൂട് ആണ് കണ്ണുകൂടെ ധാരയായിട്ട് വെള്ളമായിട്ട് പോവുക. അതാണ് മുതലക്കണ്ണീർ. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ എഗെയിൻ നാരദരും അങ്കിരസ് മഹർഷിയും കൂടി വന്നു. ഇപ്പോൾ എന്താ നിങ്ങളിങ്ങനെ കരയാനുള്ള കോലാഹലം, എന്ത് പറ്റി നിങ്ങൾക്ക്? അപ്പോൾ ഉണ്ടായ കഥയൊക്കെ പറഞ്ഞു. അത് സാരില്ല എന്ന് പറഞ്ഞ് അന്തരീക്ഷത്തിൽ നിന്ന് മരിച്ച രാജകുമാരൻ്റെ ആത്മാവിനെ ശരീരത്തിൽ കൂടെ ഈ രാജാവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയാണ്, സംസാരിക്കാൻ പറയാണ്. അപ്പോൾ ആ ആത്മാവ് ചോദിച്ചു, ഹേ അങ്കിരസ് മഹർഷേ, അങ്ങക്ക് ഇത്ര ബുദ്ധിയില്ലേ? ഞാൻ ഏത് ജന്മത്തെ അച്ഛനെയാണ് സമാധാനിപ്പിക്കേണ്ടത് ചോദിച്ചു. ഇടിവെട്ടിയ കൂട്ടത്തിലെ എല്ലാവരും. ഞാനും നിങ്ങളും അനവരതം അനാദികാലം മുതൽ ചേരയായിട്ടും പുഴുവായിട്ടും മൃഗങ്ങളായിട്ടും പക്ഷി ലതകളായിട്ടും ജനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ സർവഭൂത ഹൃദയ ഉള്ളതിൽ ഭഗവാൻ ചൈതന്യവത്തായിട്ട് ഇരിക്കുന്നുണ്ട്. ഭഗവാൻ ഒരു നിമിഷം എല്ലാവരും ഞെട്ടിക്കുന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിട്ടുണ്ട്. സംവെയർ എൽസ്. എന്താ ചോദ്യം? അനാദികാലം മുതൽക്ക് തൻ്റെ സഖാവായി തൻ്റെ ഹൃദയത്തിൽ ഞാൻ അരുളുന്നുണ്ടല്ലോ, എപ്പോഴെങ്കിലും ഒരു യു ടേൺ എടുത്ത് എന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നെ കണ്ടു നടിച്ചിട്ടുണ്ടോ? എന്നെ കണ്ടു നടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? എത്ര ജന്മം എടുത്തിട്ടും നമ്മുടെ സർവഭൂത ഹൃദയാന്തര്യാമിയായിട്ടിരിക്കുന്ന ചൈതന്യത്തിനെ നമ്മൾ അറിഞ്ഞില്ല. അതൊരു അപരാധമല്ലേ? നമ്മൾ ഏതൊക്കെ ക്ഷേത്രത്തിൽ പോണു, എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണു, ഈശ്വരനെ കാണണമെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും വഴിപാട് ചെയ്യുന്നുണ്ടോ? ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടെങ്കിൽ കാണും. അതെങ്ങനെ? ഭഗവാൻ ഉവാച, ഭഗവാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കണം. ഇപ്പോൾ പറഞ്ഞ ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മളതിനെ പ്രാവർത്തികമാക്കുക എങ്ങനെയാണ്? ഏതെല്ലാം ജീവജാലങ്ങളെ കാണണോ അതിലൊക്കെ മഹാവിഷ്ണു ഉണ്ട്, അവരിലൊക്കെ ശ്രീകൃഷ്ണനുണ്ട് എന്നുള്ളൊരു ഭാവം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പാത്രം കമത്തി വെച്ച് വെള്ളമൊഴിച്ച കൂടുതലാവും. അപ്പോൾ ഒരാളെ കാണുമ്പോൾ മനസ്സുകൊണ്ട് പ്രായവ്യത്യാസമില്ലാതെ ആ ആത്മാവിനെ വന്ദിക്കാൻ നമ്മൾ പഠിക്കണം. ഈ ഉപന്യാസം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആപൽശങ്കകൾ ഇല്ലാതെ കണ്ട് ഒരു റീറൈറ്റബിൾ ഫ്ലോപ്പി ആയിരിക്കണം നിങ്ങളുടെ മനസ്സ്. എന്നാലേ ഞാൻ പറഞ്ഞതല്ല, ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. മുൻകൂട്ടി ഒരു വിചാരണ വെച്ചുകൊണ്ട് ഭാഗവതം കേൾക്കരുത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ പറയേണ്ട ഈ പിതാവിൽ കൂടെ തൻ്റെ അച്ഛൻ എന്നുള്ള ഭാവമില്ലാതെ സന്യസിച്ചു പോകുന്ന, അത് എടുത്ത പൊന്താത്ത ഹിമാലയ പർവ്വതം പോലെയുള്ള ഒരു പ്രസ്താവനയാണ്. അത് കുറച്ചുകൂടി നിങ്ങളുടെ മനസ്സിൽ ഡൈല്യൂട്ടായിട്ട് പറഞ്ഞു തരാൻ ഞാനൊരു കഥ പറയാം. ഒരു ദിവസം ഒരു പൊയ്കയുടെ അരുകൂടെ ശുകബ്രഹ്മവർഷി മുന്നിലും വേദവ്യാസർ പിന്നിലായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ശ്രദ്ധിക്കണം. ഒരു 25 മീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് അവർ നടന്നു പോകുന്നത്. എത്ര? ഒരു 25 മീറ്റർ ഡിസ്റ്റൻസിലാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഈ പൊയ്കയിൽ ചെറുപ്പക്കാരും യുവതികളും വൃദ്ധരായിട്ടുള്ള സ്ത്രീകൾ കുളിക്കുന്നുണ്ട്. എല്ലാവരും ശുഖബ്രഹ്മമഹർഷിയെ കണ്ടപ്പോൾ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ കുളി തുടർന്നു. ശ്രദ്ധിക്കണം, ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ കണ്ട്
കുളി തുടർന്നു, അല്ലെങ്കിൽ വെള്ളം ദേവി കളിക്കൽ തുടർന്നു, മലർന്ന് നീന്തി, അല്ലെങ്കിൽ കൂളിയിട്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ശുഖബ്രഹ്മ മഹർഷി കൺവട്ടത്തു നിന്ന് പോയപ്പോൾ ഉണ്ട് കമണ്ഡലവും ഈ ഋഷിമാർ തപസ് ചെയ്യുമ്പോൾ കൈ വയ്ക്കാൻ ഒരു വൈ പോലെ എഴുതിയിട്ട് ഒരു വടിയുണ്ട്. ആ വൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞൊന്നും മതി. അതിന് ത്രിദണ്ഡി എന്നാണ് പറയുക, ത്രിദണ്ഡി. അത് കൈയിങ്ങനെ വയ്ക്കും. അത് കക്ഷത്തും കയ്യിലൊരു കമണ്ടലുമായിട്ടുണ്ട്. വ്യാസര് വരുന്നു കണ്ടോടുകൂടി പ്രായവ്യത്യാസമില്ലാതെ കണ്ട് സ്ത്രീകൾ കിട്ടുന്ന വസ്ത്രങ്ങൾ എടുത്ത് അവരവരുടെ നാണം മുറിച്ചു. ചെറുവെള്ളത്തിൽ കൂളിട്ടു, പൊന്തിയില്ല. എന്താ കാരണം? എന്താണ് കാരണം? എന്താണ് അച്ഛനും മകനിലും ഇവർ വ്യത്യാസം കണ്ടത് എന്ന് പറഞ്ഞാൽ, ശുഖബ്രഹ്മ മഹർഷി ജന്മന മുമുക്ഷത്വം നേടിയിട്ടുള്ള ആളാണ്. ഇനി എന്താ വേണ്ടത്? അദ്ദേഹത്തിന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, പ്രായ വ്യത്യാസമില്ല. വ്യാസർക്ക് അങ്ങനെയല്ല. വ്യാസര് ജീവിതം പഠിച്ചിട്ടുള്ള ആളാണ്. വ്യാസരുടെ മുമ്പിലുള്ളവർ വ്യാസരെ കാണുമ്പോൾ പ്രായമുണ്ടെങ്കിലും ഇന്ദ്രിയ വിജയം നേടിയോ നേടിയിട്ടില്ലേ എന്നൊരു ധാരണ വരും. ഇപ്പം എന്താ മനസ്സിലായത് കഥയിൽ? ശുഖബ്രഹ്മ മഹർഷിയുടെ എക്സ്ട്രീം പൊസിഷൻ എന്താ? ബ്രഹ്മമായി തീർന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കാണുന്നതൊക്കെ ബ്രഹ്മമാണ്. വ്യാസർക്ക് അത്ര ആയിട്ടില്ല എന്ന്. അപ്പോൾ അച്ഛൻ പ്രായമായി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മകന് പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, ശരിക്കും യുവത്വം ഉള്ളവരെ കാണുമ്പോഴല്ലേ നമുക്ക് അധികം ലജ്ജ തോന്നേണ്ടത് സ്ത്രീകൾക്ക്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ പിതാവിൽ കൂടെ തൻ്റെ അച്ഛനെന്നുള്ള ഭാവമില്ലാതെ സന്യസിക്കുക. അച്ഛനും അമ്മയും നമുക്ക് ജന്മം തന്നു, ഇറ്റ് ഈസ് ഓക്കെ. എനിക്ക് സന്യസിക്കണം എന്നുണ്ടെങ്കിൽ സന്യസിക്കും ഞാൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സന്യസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാവ്യവസ്ത്രം ഉടുക്കുക, തലമുണ്ടനം ചെയ്യുക മാത്രമല്ല, പിന്നെന്താ, ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. സ്വയം ആർജിച്ചത് പരപ്രേരണയില്ലാതെ കണ്ട് സമൂഹത്തിലുള്ള സഹജീവികൾക്കായി തൻ്റെ എല്ലാം ത്യജിക്കുകയാണ് സന്യാസി എന്ന് പറഞ്ഞാൽ. അല്ലാതെ കണ്ട് ഇന്നത്തെ കാലത്ത് 3 സ്റ്റാർ ഹോട്ടൽ പോലെ പരവതാനിയും AC-യും പിന്നെ ഒരു കമ്മിറ്റിയും ഒരു ട്രഷററും പ്രസിഡൻറ്റും, അതല്ല സന്യാസിത്വം. ഒറ്റപ്പാലം അടുത്ത പാലപ്പുറത്തിൽ നിർമ്മലാനന്ദഗിരി മഹാരാജ് പറഞ്ഞൊരു മഹായോഗി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ പലവരും വൈദ്യനായിട്ടാണ് കാണുക. കാരണം അദ്ദേഹം എന്താണെന്ന് പറയുക, ടെർമിനേറ്റ് ചെയ്തിട്ടുള്ള ടെർമിനൽ സ്റ്റേജിലുള്ള അസുഖങ്ങളൊക്കെ പലതും മാറ്റിയിട്ടുണ്ട്. പക്ഷേ അക്ഷര കഷായം പറഞ്ഞൊരു പരിപാടി ഉണ്ട് അദ്ദേഹത്തിന്. അന്നന്ന് ഒരു 8 മണിക്ക് മുമ്പേ അവിടെ അദ്ദേഹത്തിനെ കാണാൻ പോയവരേനൊക്കെ ഒരു ഹാളിൽ ഇരുത്തും. എന്നിട്ട് 2-2.5 മണിക്കൂർ പ്രഭാഷണം ചെയ്യും മൂപ്പര്. എന്താ പ്രഭാഷണം ചെയ്യണത്? അച്ഛനെയും അമ്മയെയും നോക്കാത്തവർ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് പോവാം, നിങ്ങൾക്ക് ഞാൻ മരുന്ന് തരില്ല, മരുന്ന് തന്നാലും നിങ്ങൾക്ക് ഫലിക്കില്ല. അലുമിനിയ പാത്രത്തിൽ പാചകം ചെയ്യണമെങ്കിൽ, വെള്ളം പിടിച്ച് വെക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ ചിലപ്പോൾ കോൺട്രാഡിക്ടറി ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, അത് എനിക്ക് ബാധകമല്ല. അപ്പോൾ അലുമിനിയ പാത്രം വാങ്ങി അതിൽ 2-3 കൊല്ലം സ്ഥിരമായിട്ട് നമ്മൾ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാൽ അതിൽ ആകാശത്തിൽ നക്ഷത്രങ്ങൾ കാണുന്ന മാതിരി ചില കുഴികളൊക്കെ ഉണ്ടാവും, കുത്തായിട്ട്. അതെന്താ? അലുമിനിയം നമ്മുടെ ആഹാര പദാർത്ഥത്തിൽ കൂടുന്നു എന്നർത്ഥം. ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം, സ്ലോലി ആൻഡ് സ്റ്റഡിലി, അത് നമ്മുടെ ആരോഗ്യത്തിനെ കുഴപ്പമാക്കും. എന്നാൽ ഇതിനൊക്കെ വിധിയുണ്ട്. എന്താ വിധി? ജന്മാന്തര ദുരിതം അനുഭവിക്കാൻ യോഗമുള്ളവർക്കാണ് ഇതൊക്കെ ബാധകം. ഒരു ക്ലാസ്സിൽ 60 കുട്ടികളുണ്ട്. നിങ്ങളിൽ ചിലവർ അധ്യാപകന്മാരും ആയിരിക്കാം. 60 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരു സബ്ജക്റ്റ് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ
60 കുട്ടികൾക്ക് മാർക്ക് ആവുന്നുണ്ട്, വേരിയേഷൻ വരുന്നുണ്ട്. എല്ലാവർക്കും ഒരേ മാർക്കാവില്ല. ചില ദുർലഭം ചിലവർക്ക് ഒരേ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ കോപ്പി അടിച്ചതാവാം, അവരല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ഇൻ്റലിജൻസ് ആ സബ്ജക്റ്റിന് ഒരേപോലെ ആയിരിക്കണം. എന്താണ് ഇതിന് കാരണം? അത് മാഷയുടെ കുറ്റാണോ, ടീച്ചറുടെ കുറ്റാണോ, സബ്ജക്റ്റിൻ്റെ കുറ്റാണോ? അല്ല. ഈ 60 കുട്ടികൾ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ആ സബ്ജക്റ്റിനോട്? അതായത് പ്രസൻസ് ഓഫ് മൈൻഡിലാണോ അവരിരുന്നത്? അവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാത്തവരാണോ? അവർക്ക് മാർക്ക് കിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ വക്താവായിട്ട് നിങ്ങൾ പലരും എന്നെ ആചാര്യൻ സോറി, ഞാൻ ആചാര്യനല്ല. പിന്നെയോ ഭാഗവത ഭക്തദാസനാണ് ഞാൻ. എനിക്ക് എൻ്റെ ഗുരുനാഥൻ തന്നിട്ടുള്ള ഓമനപ്പേരാണ് ഇഷ്ടം. പ്രായം കൊണ്ട് നിങ്ങൾക്ക് എന്നെ അച്ഛാന്ന് വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ചേട്ടാന്ന് വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. കാരണം ആചാര്യൻ സുഖബ്രഹ്മർഷി മാത്രമേ ഉള്ളൂ. അണ്ടനും കിണ്ടനും ഒന്നും ആചാര്യനല്ല. ഇപ്പോൾ ചിലവരെ ബ്രഹ്മശ്രീ വയ്ക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ മാനദണ്ഡം? പൂണൂലിട്ടാൽ ബ്രഹ്മശ്രീ അയ്യോ? ബ്രാഹ്മണ യുവതി പ്രസവിച്ചിട്ടുള്ളവരാണ് എന്ന് വിചാരിച്ചാൽ പിന്നെ ബ്രഹ്മാനുസന്ധാനം ഉറപ്പായോ? അതിന് എൻ്റെ അടുത്ത് ഉത്തരമുണ്ട്. ക്ഷേത്രത്തിൽ പൂജകന് മാത്രമല്ലേ ദക്ഷിണ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ. ഒരു നമ്പൂതിരി ദഹനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൂലിയാണ് കൊടുക്കുക, ദക്ഷിണയല്ല കൊടുക്കുക. ആനപ്പുറത്ത് കയറുന്ന നമ്പൂതിരിമാരുണ്ട്, ബ്രാഹ്മണരുണ്ട്. അവരെ നമ്മൾ തിരുമേനി എന്ന് വിളിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ദക്ഷിണയല്ല, കൂലിയാണ്. അപ്പം ദ്വിജൻ, ആദ്യം ദ്വിജനാവണം. ദ്വിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ജന്മം എന്ന അർത്ഥം പറയാം. നിങ്ങൾ എത്ര ആൾ ശ്രദ്ധിച്ചിട്ടുള്ള അറിയില്ല. ഈ ബ്രാഹ്മണിക്കൽ സിസ്റ്റത്തിൽ ഉപനയനം ചെയ്യുമ്പോൾ അതിൻ്റെ മന്ത്രങ്ങളും ചമതക്കൊമ്പും അല്ലെങ്കിൽ പലതരത്തിലുള്ള വേഷാലങ്കാരങ്ങൾ, ചിലപ്പോൾ തലമുണ്ടനം ചെയ്യണം, അല്ലെങ്കിൽ തലയിലൊരു കട്ടൊക്കെ കെട്ടി കാശിക്ക് പോകണമെന്നാണ്. അത് കല്യാണത്തിനുണ്ട്, സന്യസിക്കാൻ പോവുകയാണ്. അപ്പോൾ ദ്വിജനാവ്, രണ്ടാമത് പറക്കുക. അതിനാണ് സമാവർത്തനം, ഉപദേശം. ഗായത്രി മന്ത്രം ഒരു ദിവസം ഇത്ര ഉരുവിടണമെന്നുണ്ട്. അപ്പം ഇതിൻ്റെ നൂലാമാലകളൊന്നും അറിയാതെ കണ്ട് കണ്ടക്ടറായിട്ടുള്ള നമ്പൂരിനെ തിരുമേനി ദക്ഷിണ വേണമെന്ന് ആരെങ്കിലും ചോദിക്കുമോ? ഇല്ല. അപ്പം നമ്മുടെ പ്രവൃത്തി നിവൃത്തി മാർഗത്തിലേക്കുള്ളതായിരിക്കണം. 2 മാർഗമാണ്, ഒന്ന് പ്രവൃത്തി മാർഗം, ഒന്ന് നിവൃത്തി മാർഗം. ഹൗ ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ജീവിതത്തിൻ്റെ ഉദ്ദേശം കാശുണ്ടാക്കുക എന്നുള്ളതല്ല. നല്ലൊരു അച്ഛനാവുക, നല്ലൊരു അമ്മായച്ഛനാവുക എന്ന് മാത്രമല്ല, നല്ലൊരു ഈശ്വര ഉപാസകനാവുക. ടു ബി കൈൻഡ് ടു ആൾ, ഈശ്വരീയത, ഗോഡ്ലിനെസ്. ഗോഡ് ഓർ ഗോഡസസ് ഈസ് ഇമ്മിറ്റീരിയൽ. നമ്മൾ ഗോഡ്ലിനെസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ജീവജാലങ്ങളോട്, മക്കളോട്, മരുമക്കളോട്. മരുമകൾ എനിക്ക് മകളെ പോലെയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് പെൺമക്കളോട് ഒരു സ്നേഹം കൂടും. കുടുംബത്തിന് വേണ്ടി ഭാരം വലിച്ചിട്ടുള്ള ആൺമക്കളോട് അവർ വിവാഹം കഴിച്ച് കൊണ്ടുവന്നാൽ ഇനി നമ്മൾക്കുള്ള ബെനിഫിറ്റ് മുഴുവൻ ആ കുട്ടിക്കാണ് പോവുക എന്നൊരു ആപൽ ശങ്ക മാതാക്കൾക്ക് ഏത് ജാതിയാണെങ്കിലും ഉണ്ടാവാറ് പതിവുണ്ട്. അതിന് കാരണം അവർ ഭാഗവതം പഠിച്ചില്ല എന്നർത്ഥം. ഭാഗവതം പഠിച്ചവർക്ക് പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം പറയണ്ടായി ഇവിടെ സർവഭൂത ഹൃദയം എന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, അച്ഛനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ എന്താണ് പറയുക, ലൗകിക വീക്ഷണങ്ങളെ മാനിച്ചിട്ടാണ് കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ വസ്ത്രം വാരി വലിച്ചിട്ടത്, അവരവരുടെ നഗ്നതകൾ മറിച്ചത്. സുഖബ്രഹ്മർഷിയെ കണ്ടപ്പോൾ അവർക്ക് യാതൊരു ഭാവ വ്യത്യാസമില്ല. ഒരു തത്തേനെ കണ്ടാൽ നമുക്ക് നാണം തോന്നുമോ? സ്ത്രീകൾക്ക് നാണം തോന്നണോ? വേണ്ട. അപ്പം ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, അച്ഛൻ എന്നുള്ള ഭാവം
ഇല്ലാതെ സന്യസിച്ചു പോകുന്ന യാതൊരുവനെ വേർപിരിയേണ്ടി വരുന്നതിനാലുള്ള സഹിക്കാൻ വയ്യാത്ത ദുഃഖം നിമിത്തം ശ്രീ വ്യാസമുനി ഹേ പുത്ര എന്ന് പ്ലുതസ്വരത്തിൽ, എന്താ പ്ലുതം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൽ മുങ്ങിയത് എന്നർത്ഥം. പ്ലുതം ഒരു ജലാശയത്തിലേക്ക് ഒരു കല്ല് ദൂരത്ത് നിന്ന് ഉയർത്തിയിട്ടാൽ ഒരു ശബ്ദം കാണും, പ്ലുതം. ആ കല്ല് ജലാശയത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ശബ്ദം പ്ലുതം, പ്ലും എന്നാണ്. അതാണ് പ്ലുതം. ദുഃഖം വന്ന് കരയുമ്പോൾ ചിലപ്പോൾ ഭാഷ അറിയില്ല. അതാണ് പ്ലുതസ്വരത്തിൽ വിളിച്ചുവോ, പുത്ര വിളിച്ചുവോ. അപ്രകാരം പോവാൻ കാരണമെന്തെന്നാൽ, എന്തുകൊണ്ടാണ് ശുഗർ സന്യാസിക്കാൻ പോയത്? ലോകത്തിൽ അനുഭോഗ്യങ്ങളായി കാണപ്പെടുന്ന, ശ്രദ്ധിക്കണം, അനുഭോഗ്യങ്ങൾ, ഭോഗ്യമല്ലാത്തത് അല്ലെങ്കിൽ ഭോഗ്യമായിട്ടുള്ളതല്ലേ, ആ അനുഭോഗ്യങ്ങളായി കാണപ്പെടുന്ന സർവ വസ്തുക്കളും ക്ഷയിക്കുന്നവ. അപ്പോൾ ഭോഗവസ്തുക്കളായി നമ്മൾ കരുതുന്ന എല്ലാം തന്നെ ക്ഷയിക്കുന്നവയാണെന്ന് ജന്മമാത്രത്താൽ അറിവാൻ തക്കവിധം വിഷയവൈരാഗ്യം സിദ്ധിച്ച ആളാണ് ആര്? ശുകബ്രഹ്മർഷി. വിഷയവൈരാഗ്യം, അതാണ് നമ്മൾക്ക് ഇല്ലാത്തതും അതാണ് നമ്മൾ നന്നാവാത്തതും. എന്താ വിഷയവൈരാഗ്യം എന്ന് പറഞ്ഞാൽ? പാട്ട് കേൾക്കണം, പി ലീലേനെ പോലെ നാരായണീയം ചെല്ലണം. അതൊരു ത്വരിതയാണ്. നമ്മളുടെ ഒരു ഭാഷയുണ്ട് എല്ലാവർക്കും, അതേപോലെ നാരായണീയം ചെല്ലാവൂ. പി ലീല നന്നായിട്ട് പാടി ഗുരുവായൂരമ്പലത്തിൽ 3 മണിക്ക് റെക്കോർഡ് വെക്കുന്നുണ്ട്, കാര്യമൊക്കെ ശരിയാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും പി ലീല ആവാൻ പറ്റില്ല. നമ്മൾ നമ്മളായിട്ടിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ജന്മമാത്രത്താൽ, ജന്മം കൊണ്ട് തന്നെ ബ്രഹ്മത്തിൽ ലയിച്ച ആളാണ്. സായൂജ്യം, സാമീപ്യം, സാലോക്യം, സാരൂപ്യം. ബ്രഹ്മമായിട്ട് സാരൂപ്യപ്പെടുക, സായൂജ്യപ്പെടുക, സമരസപ്പെടുക എന്നൊക്കെ പറയും. അപ്പോൾ ജന്മമാത്രത്താൽ അറിവാൻ തക്ക വിധം വിഷയവൈരാഗ്യം സിദ്ധിച്ചവനും, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഗുരുനാഥൻ, ഈ ഫോട്ടോയിലിരിക്കണ എൻ്റെ പിന്നെ ഇതാ ഇദ്ദേഹം, എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹം പറയും, ഭാഗവതം പറയുന്നവൻ ഭാഗവതരല്ല. ഈ സപ്തസ്വരങ്ങളെ കൊണ്ട് കളിക്കേണ്ട ഒന്നല്ല ഭാഗവതം. എത്ര ഈണത്തിൽ വായിക്കാൻ സാധിച്ചാലും അതുകൊണ്ട് കാര്യമില്ല. പിന്നെ എന്താ കാര്യം? ഭാഗവതത്തിനോട് തനിക്ക് അനുരാഗമുണ്ടോ, താൻ രക്ഷപ്പെട്ടു. എന്നോട് പറയാ, ഭാഗവതത്തിനോട് തനിക്ക് അനുരാഗം ഉണ്ടോ, ആ രാഗം മതിയെന്ന്. അനുരാഗമാകുന്ന രാഗം മതി. ഈശ്വരീയതയിൽ അനുരാഗമാണ് വേണ്ടത്. ഈശ്വരനെ പ്രേമസ്വരൂപൻ എന്ന് പറയും. അത് പറ്റില്ല, ഞങ്ങളുടെ ഭർത്താവാണ് എൻ്റെ പ്രേമസ്വരൂപൻ. പുരുഷന്മാർ പറയാണ് എൻ്റെ പ്രേമഭാജനാണ് എൻ്റെ ഭാര്യ. അത് പറച്ചിലിൽ മാത്രമേ ഉള്ളൂ. തനിക്ക് ചുട്ടാ തൻപിള്ള നിലത്ത് എന്നൊരു ആപ്തവാക്യമുണ്ട്. തനിക്ക് ചുട്ടാൽ തൻ പിള്ള നിലത്ത്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ 4 പേരും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യവും. അപ്പോൾ ഇവിടെ വിഷയവൈരാഗ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ സന്യാസി ആവുമ്പോഴത്തൊരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. സ്വയം ആർജിച്ചത് അച്ഛൻ്റെ അമ്മയുടെ മുതലല്ല. ഞാൻ എന്ത് സമ്പാദിച്ചിട്ടുണ്ട് അത് പരപ്രേരണയില്ലാതെ കണ്ട് എൻ്റെ മക്കൾ പറയാണ്ട് അവർക്ക് വേണ്ടി വീതിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരംശം, ചിലവരുണ്ടല്ലോ വലിയ കല്യാണം ചിലവ് മാറ്റി 3 സെൻറ്റ് 4 സെൻറ്റ് 5 സെൻറ്റ് വീട് വയ്ക്കാൻ സ്ഥലം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് കേമന്മാർ. അല്ലാണ്ട് പിന്നെ ലക്ഷക്കണക്കിന് രൂപ പൊട്ടിച്ചിട്ട് ഇല്ലേ. എന്തപ്പോൾ ദേവീ ക്ഷേത്രങ്ങളിൽ ഇത്ര ആന വേണമെന്ന് ഏതെങ്കിലും പുരാണത്തിൽ എഴുതിയിട്ടുണ്ടോ? ഇനി ചില സ്ഥലത്തുണ്ട് മാരാരെന്നെ വരണം. മാരാര് കള്ളു കുടിച്ചിട്ട് കൊട്ടിയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. ഒരനധികൃത വർഗത്തിലുള്ള ഒരാൾ ഈശ്വരീയ ഭാവത്തിൽ
സംശുദ്ധമായ മനസ്സോടുകൂടി കൊട്ടുമ്പോൾ നിങ്ങൾക്ക് തോന്നുമേ അത് ശരിയല്ല എന്നുള്ളത്. ക്ഷേത്രങ്ങളിൽ എത്രയോ പോറ്റിമാരെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. എന്താ? ശ്രീലകത്ത് ബോട്ടിൽ വെച്ചിട്ട് കുരുത്തക്കേട് ചെയ്തിട്ട്. ഞാനൊരു ഫണാറ്റിക് വൈരി അല്ല കേട്ടോ, അതുപോലുള്ള പറയാം. അപ്പോൾ ഇവിടെ വിഷയവൈരാഗ്യം എന്ന് പറയുമ്പോൾ ചിലവരുണ്ട്, ഞങ്ങൾക്കിപ്പോൾ പൂണൂലുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ മട്ടനും ഇറച്ചിയും തിന്നൂടെ? അത് തിന്നാനല്ല ബ്രാഹ്മണനായിട്ടുള്ളത്. ബ്രാഹ്മണൻ മറ്റുള്ളവർക്ക് വേണ്ടി വേദത്തിൽ വേദഹിതപ്രകാരം പൂജകൾ ചെയ്യാനാണ് പറഞ്ഞത്. വേദഹിതത്തിനെതിരായിട്ട് പൂജ ചെയ്യരുത്. വേദഹിതത്തിനെതിരാണ് പ്രത്യക്ഷ ഗണപതി ഹോമം. അതിപ്പോൾ ആര് പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ പാട്ട് കേട്ടാലേ ഉറക്കം വരുള്ളൂ, ഇന്ന ആഹാരം കഴിച്ചാലേ വയറ് നിറയൂ, ഇന്ന മെത്തയിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂ, അതൊക്കെ വിഷയമാണ്. വിഷയവൈരാഗ്യം വന്നതിന് മാത്രമേ ഈശ്വരാധീനം അല്ലെങ്കിൽ ഈശ്വരാരാധനയ്ക്ക് പറയുന്ന കോഡ് ഓഫ് കണ്ടക്റ്റ് ആവണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കർമ്മത്തിന് അധികാരം സിദ്ധിക്കുന്ന ഉപനയനാദി കർമ്മങ്ങളൊന്നുമില്ലാത്തവനുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഉപനയനം ചെയ്തു വിചാരിച്ചാലും 3 നേരം ഈ ഉപനയനം കഴിഞ്ഞാൽ 3 നേരം സന്ധ്യാവന്ദനം ചെയ്യണം. ഏതാ ഈ 3 സന്ധ്യ? പ്രാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ. പ്രാതസന്ധ്യ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഈ പൊട്ടനുദിക്കുക ഒരു 4 മണിക്ക് അങ്ങനെ ഉണ്ടല്ലേ, ഒരു നക്ഷത്രം ഉദിക്കും, പൊട്ടനുദിക്കുക എന്ന് പറയും. അത് അരുണൻ, അതായത് സാരഥി, സൂര്യൻ്റെ സാരഥിയാണത്. സാരഥി വന്ന് കുതിരയിലൊക്കെ കെട്ടി ഇദ്ദേഹത്തിന്, ശരിക്കും സയൻസ് പ്രകാരം സൂര്യൻ നിൽക്കുകയാണ്, ഭൂമിയും മറ്റ് ഗ്രഹങ്ങളാണ് അതിന് വലം വയ്ക്കണത്, അതാണ് ശരി. പക്ഷെ നക്ഷത്രം എന്ന് പറയുന്ന സമയത്ത് പൊട്ടനുദിക്കുക എന്ന് പറയും. അത് കഴിഞ്ഞാൽ സ്വയം കണ്ണ് തുറന്ന് തൻ്റെ കയ്യിലുള്ള രോമം കാണുന്നൊരു സമയമുണ്ട്. അവരവരുടെ കയ്യിലുള്ള രോമങ്ങൾ, അത് ഞാൻ സ്ത്രീകളുടെ അല്ല കേട്ടോ, സ്ത്രീകൾ രോമം ഒക്കെ ഇല്ലേ, അങ്ങനെയാണല്ലോ, ഞാൻ അതിലേക്ക് പോയിട്ടില്ല. അപ്പം സ്വയം നമ്മുടെ ശരീരത്തിലുള്ള രോമം കാണുന്ന സമയത്ത് സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ സൂര്യൻ ഉദിക്കണതിൻ്റെ മുമ്പേ കുളിച്ച് സൂര്യനെ സ്വീകരിക്കണം. അതിനാണ് ഈ പ്രഭാതവന്ദനം. അപ്പോൾ ഈ ബ്രാഹ്മണർ പൂണൂലിട്ടവർ ദ്വിജനായിരുന്നെങ്കിൽ ഈ പ്രാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യയ്ക്ക് ഊക്ക് കഴിക്കുക എന്ന് പറയും, വെള്ളം തർപ്പിക്കുക എന്ന് പറയും. എന്തിനാ വെള്ളം തർപ്പിക്കണത്? വെള്ളം തർപ്പിക്കണത് പണ്ട് പുഴയിൽ കുളത്തിൽ നിന്നിട്ട് വെള്ളം അരയ്ക്കൊപ്പം നിന്നിട്ട് വെള്ളം കോരി തൻ്റെ തലയ്ക്ക് മീതെ പിടിച്ചിട്ട് താഴത്തേക്ക് വിടുക ചെയ്യുക. അപ്പോൾ വെള്ളം ജലാശയത്തിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ജലാശയത്തിലേക്ക് അർപ്പിക്കുകയാണെങ്കിലും ഒരു ഭാവമുണ്ട്. എൻ്റെ കൈക്കുമ്പിളിൽ എത്ര വെള്ളമുണ്ടോ അതിൽ എത്ര ജലബിന്ദുക്കളുണ്ടോ ആ ജലബിന്ദുക്കളെ ബ്രഹ്മാസ്ത്രങ്ങളായിട്ട് സൂര്യനെ കാണുമ്പോൾ മന്ദേഹന്മാർ പറയുന്ന ഒരു തരം രാക്ഷസവർഗങ്ങളുണ്ട്, മന്ദേഹന്മാർ. ആ മന്ദേഹന്മാർ ഇത് ഹനുമാന് പറ്റിയ കൂട്ടത്തിലെ ആപ്പിളാണ്, വലിയൊരു ആപ്പിളാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓരോ ബ്രാഹ്മണ്യമുള്ള ആൾക്കാരും ബ്രാഹ്മണ്യം ക്വാളിറ്റി ഉള്ള ആൾക്കാർ, എൻ്റെ ഭാഷയിൽ നാരായണഗുരു ബ്രാഹ്മണനാണ്, നിങ്ങൾ പറയും SNDP ആണെന്ന്, ഞാൻ പറയില്ല. അദ്ദേഹം ബ്രാഹ്മണ്യമുള്ള ആളാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ ബ്രാഹ്മണ്യമുള്ള ആളായിരുന്നു. രമണ മഹർഷി, അതേമാതിരി ശങ്കരാചാര്യർ, അങ്ങനെ കുറച്ച് ആൾക്കാർ. എനിക്ക് അത്ര അറിയുള്ളൂ, ഞാൻ അത്ര കൂടുതലൊന്നും എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. അവരാണ് ബ്രാഹ്മണർ. ബ്രഹ്മാനുസന്ധാനം ചെയ്യുന്നവരാണ് ബ്രാഹ്മണർ. ബ്രഹ്മത്തിനെ അനുസന്ധാനം ചെയ്യുക. ബ്രഹ്മം എന്താണ് എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ബ്രഹ്മം ഉണ്ട് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് ബ്രാഹ്മണർ. അത് നിങ്ങൾക്ക് മുഖവിലക്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്താ, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ റീറൈറ്റബിൾ അല്ലാത്തതായി മാറി. അത് ഞാൻ നിരീക്ഷിച്ചാൽ നിവൃത്തിയില്ല. അപ്പോൾ ആ മന്ദേഹന്മാരെ വധിക്കുകയാണ്.
അപ്പോൾ മധ്യാഹ്നം ഉച്ചയ്ക്ക് 12 മണിക്ക് വീണ്ടും ബ്രഹ്മാസ്ത്രം ബ്രാഹ്മണർ അയക്കുകയാണ്. സന്ധ്യാസമയത്ത് ഈ ഊക്ക് കഴിക്കുമ്പോൾ അപ്പോൾ ഈ അവർ ജപിക്കേണ്ട മന്ത്രം എന്താ? ബ്രാഹ്മണ്യമുള്ളവർ ഓം ഭുർഭവ സ്വഹാ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്നല്ല. അവിടെ ആ നാണ് പ്രിൻറ്റിങ് ഉണ്ടാവുക. എന്ന് വേണം. അവിടെ ഒരു ഹൈഫൺ ഉണ്ട്. ആ ഹൈഫണല്ല, 2 എന്താ സെമിക്കോളനും അല്ല, കുത്തുള്ളതല്ല, 2 കുത്താണ്. അപ്പോൾ അതിനർത്ഥം എന്താ? എങ്ങനെയാണ് സൂര്യകിരണങ്ങൾ ഭൂമിയിലുള്ള ചളികളെ ഉണക്കി, ശ്രദ്ധിക്കണം, സൂര്യകിരണങ്ങൾ പണ്ടൊക്കെ പ്രകൃതി നിയമം സാധിച്ചു തരുന്നത് വഴിവക്കിലൊക്കെ ആയിരുന്നു, പാടത്ത് തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ആയിരുന്നു. യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വരുന്നതിൻ്റെ മുമ്പത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ചിലവർ വരമ്പത്ത് ഇരുന്നിട്ട് താഴത്തേക്കാവും നടത്തുക, പക്ഷേ വരമ്പൊക്കെ മോശമുണ്ടാവും. പക്ഷേ ഒരു കാര്യം സാധിച്ച ഉടനെ നമുക്ക് നമ്മുടെ അപ്പി കണ്ടാൽ തന്നെ നമുക്ക് വിഷമം തോന്നും. പക്ഷേ ഉണങ്ങിയാലോ? ശ്രദ്ധിക്കണം, ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉണങ്ങി കഴിഞ്ഞാൽ കാലം കൊണ്ട് തട്ടാം, കുഴപ്പമില്ല. കാരണം എന്താ? അതിൽ ചളിയില്ല. അപ്പോൾ ചളീനെ ഇല്ലായ്മ ചെയ്യാണ് സൂര്യൻ ചെയ്യണത്. ഈ പാടം വരണ്ടു എന്ന് നമ്മൾ പറയണു. എന്താണ്? അപ്പോൾ അതിനെന്താ അർത്ഥം? പാടത്ത് ട്രാക്ടർ കൊണ്ടോ അല്ലെങ്കിൽ കന്നുകാലികളെ കൊണ്ടോ ഉഴുത് മറച്ചിട്ടുള്ള ചളി, ജലാംശം നഷ്ടം വരുമ്പോൾ അത് വരണ്ടു. അപ്പോൾ സൂര്യൻ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. എന്താ അത്? നമ്മൾക്ക് ലൗകികമായിട്ടുള്ള വാസനകളെ വിഷയവൈരാഗ്യം വരുമ്പോൾ വരളിപ്പിക്കും. അപ്പോൾ ഇവിടെ രാത്രി ഇപ്പം എന്താ ചെയ്യുക? അപ്പോൾ ആത്മസൂര്യൻ എവിടെയാ? എല്ലാ മനുഷ്യന്മാരുടെയും ജീവികളുടെയും ഉള്ളിലാണ്. അപ്പോൾ പക്ഷേ ഈ മൃഗങ്ങൾക്ക് ഈ വിചാരമില്ല. എന്ന് പറഞ്ഞാൽ ഒരാട് ഒരു കൊല്ലത്തിൽ 1.5 കൊല്ലത്തിലൊക്കെ പ്രസവിക്കും. ആ പ്രസവിച്ചതിലൊരു കൊറ്റൻ ആടുണ്ടെങ്കിൽ അമ്മ ആടിൻ്റെ മേൽ കയറും. അത് ജന്മന അവർക്കത് ധർമ്മം അധർമ്മം എന്നുള്ളതില്ല. നമ്മൾക്ക് അങ്ങനെയാണോ? ചോദിച്ചതിന് നിങ്ങൾ സമാധാനം പറയണം. നമ്മൾക്ക് അങ്ങനെയാണോ? അല്ല. അപ്പോൾ നമ്മൾക്ക് സഹോദരീനെ കാണുമ്പോൾ ഒരു ഭാവം, ഭാര്യനെ കാണുമ്പോൾ ഒരു ഭാവം, അമ്മയെ കാണുമ്പോൾ ഒരു ഭാവം. അമ്മയെ കാണുന്ന ഭാവമാണോ അമ്മായിയമ്മയെ കാണുന്നത്? അല്ല. അച്ഛനെ കാണുന്ന ഭാവമാണോ അമ്മായി അച്ഛനെ കാണുന്നത്? അല്ല. ഒരേപോലെ ആവണം, പക്ഷേ അത് സാധിക്കില്ല. മായയാണത് കാരണം. അപ്പം മായയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് സാധിക്കണം? ഈ മായയുടെ നിയന്താവും നിയന്ത്രിതാവും ഭഗവാനാണ്. ഈ വിശ്വത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവും നിയന്ത്രിതാവും ഭഗവാനാണ്. എൻ്റെയും നിങ്ങളുടെയും നിയാമകനും നിയന്ത്രിക്കുന്ന ആളും ആരാ? ഭഗവാനാണ്. എവിടെ ഇരുന്നിട്ട്? സർവജീവഗുഹാശയ, എല്ലാ ജീവജാലങ്ങളിലും ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ് ഏകോ ജീവ എന്ന പ്രമാണത്തോടുകൂടി ഒരു തേജോ പുഞ്ചം, തേജസ്, അതാരും കൊളുത്തി വെച്ചതല്ല, സ്വയം എക്സിസ്റ്റ് ആവുന്നതാണ്. അതിനാരും തിരിഞ്ഞു കിട്ടുന്നില്ല. എൻ്റെ ആത്മാവിനെ, നിങ്ങളുടെ ആത്മാവിനെ, ഈ ശരീരത്തിന് മുഴുവൻ ചൂട് തരുന്ന ആ ജഗദീശ്വരനെ, അല്ലെങ്കിൽ നമ്മുടെ കൈകൾ, നമ്മുടെ മൂക്ക്, നമ്മുടെ ചെവികൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ പല്ലുകൾ, വായ, നാവ്, ഓരോ സന്ധികൾ, 12 പ്രധാന ജോയിൻസാണ് നമ്മുടെ ശരീരത്തിന്. ഈ 12 സ്കന്ധങ്ങൾ, ഭാഗവത്തിൽ എത്ര സ്കന്ധങ്ങളാണ്? 12. അപ്പോൾ ഇനി പൂതനാമോക്ഷം വരുമ്പോൾ നിങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കും, പൂതനയുടെ ശരീരം ഒരു കുന്നുപോലെയായിരുന്നു. അതിൻ്റെ മാറത്ത് സ്ഥനമധ്യങ്ങളിലാണ് ഭഗവാൻ ഇരുന്ന് കളിക്കുകയാണ്. ഭഗവാൻ ലീലയാ വിനോദമാടുന്നു എന്ന ആപ്തവാക്യം. അപ്പോൾ ആ ഉണ്ണിക്കണ്ണനെ എടുത്തിട്ട് പശുവിൻ്റെ വാലുകൊണ്ട് ഗോമൂത്രം മുക്കി ഈ 27 ദിവസം മാത്രം പ്രായമായിട്ടുള്ള കുട്ടിയുടെ 12 സ്കന്ധങ്ങളിൽ വിഷ്ണുവിൻ്റെ 12 നാമങ്ങൾ പറഞ്ഞിട്ടാണ്
ഭയമില്ലാതെ കണ്ടിരിക്കാൻ മന്ത്രം ജപിക്കണത്. നമ്മൾ സനാതനധർമ്മത്തിലുള്ള ഏതെങ്കിലും അമ്മ ഈ 12 നാമങ്ങൾ ചൊല്ലിയിട്ട് അവരവരുടെ കുട്ടികളെ ശുശ്രൂഷിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ ഭാഗവതം അറിയേണ്ട കൂട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ല, ആരും പറഞ്ഞു തരാനുമില്ല. കാരണം എല്ലാവരും ഉദരനിമിത്തം ബഹുകൃത വേഷന. എന്നാൽ എൻ്റെ ഗുരുനാഥൻ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ഡോണ്ട് ബിക്കം എ പ്രൊഫഷണൽ, റിമെയിൻ ആസ് എൻ അമേച്വർ എന്ന് പറഞ്ഞു തന്നത്, അദ്ദേഹം വലിയൊരു ഭാഗ്യശാലിയാണ്. എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടി ഉദരംഭരികളായിട്ട് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഭാഗവതത്തിനെ ക്രയവിക്രയം ചെയ്യരുത് എന്ന് ഭാഗവതം പറയുന്നുണ്ട്. അതാണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഹിൻഡ് തരാം. നിങ്ങൾ അറിയുന്ന ക്ഷേത്രങ്ങളിൽ, മഹാക്ഷേത്രങ്ങളിൽ തന്ത്രിമാർ വന്നാൽ തന്ത്രിമാർ പൂജകനിൽ നിന്ന് പ്രസാദം വാങ്ങില്ല. അവർ നേരെ സോപാനത്തിൽ കയറി ഭഗവാനെ പ്രതിഷ്ഠിച്ച പീഠത്തിൽ കിടക്കുന്ന പൂവെടുത്ത് ചെവിയിൽ വയ്ക്കും. കാരണം എന്താ ഞാൻ പറയാ, കാരണം ശമ്പളത്തിന് നിൽക്കുന്ന പൂജാരിനെ പതിതൻ എന്നാണ് പറയുക. പതിതൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീണവൻ എന്നർത്ഥം. എന്താ കാരണം? വയറ് നിറയ്ക്കാൻ ഉദരംബരികളായിട്ട് പൂജ ചെയ്യരുതെന്നർത്ഥം. ഇപ്പം ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 65 years ബാക്ക്, അപ്പോൾ എനിക്കൊരു 7 വയസ്സുള്ളപ്പോൾ ഞാൻ കടപ്പുറമ്പത്ത് കാവിൽ പോകുമ്പോൾ ഇത്ര സുന്ദരമായിട്ടുള്ള വിഗ്രഹമായിരുന്നില്ല. ഒരു 8-10 കല്ലിങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ളതാണ്. എന്താ അത് ശിഥിലീകരണമായിരുന്നു. പിന്നെ നമ്മുടെ കല്ലന്മാർത്തോടിയിലെ കൃഷ്ണമേനോൻ പറഞ്ഞിട്ടൊരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹമാണ് മുൻകൈ എടുത്ത്, എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്, തിരുമാതാംകുന്ന് ഭഗവതിയുടെ രൂപത്തിൽ, തിരുമാതാംകുന്നിൽ അത് വരിക്കപ്ലാവിൻ്റെ വിഗ്രഹമാണ്. ഇത് കല്ലിൽ കൊത്തിയിട്ട് ഓങ്ങല്ലൂർ സെൻറ്ററിൽ നിന്ന് കാളവണ്ടിയിൽ പട്ടൊക്കെ വിരിച്ച് പൂമാലയും മറ്റേ കുരുത്തോലൊക്കെ ഇട്ടിട്ട് ആണ് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവന്നുള്ളത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? അപ്പോൾ അന്നൊക്കെ കണ്ടക്ഷോഭം എന്നൊരു വാക്കുണ്ട്. കണ്ടക്ഷോഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിത സന്ധാരണം ചെയ്യാൻ തന്നെ അർത്ഥമുള്ളൂ. അതിനിപ്പോൾ ഈ പ്രഭാഷണം ചെയ്യുന്നതിന് കണ്ടക്ഷോഭം, കണ്ടം ഇല്ലെങ്കിൽ പ്രഭാഷണം ചെയ്യാൻ പറ്റുമോ? ഇല്ല. മന്ത്രം ചെല്ലണമെങ്കിൽ കണ്ടം വേണ്ടേ? അതാണ് കണ്ടക്ഷോഭം എന്ന് പറയാം. അപ്പോൾ അന്ന് അവർ ഈ കൊടുക്കുന്ന മൂല്യത്തിനല്ല, അവരുടെ കടമയാണ്, കടപ്പാടാണ് ആരാധനാലയങ്ങൾ കൊണ്ടു നടത്തുക എന്നുള്ളത്. അപ്പോൾ അവർ പറയും, ചെറുക്ക നീ എവിടത്തെ വയ്ക്കും? ഞാൻ പന്തല്ലൂരാണ്, നാണിക്കുട്ടി നമ്മുടെ മകനാണ് എന്ന് പറയാം. നന്നാവ് വിട്ടു പറയും അവർ. ഞാൻ നന്നായി നന്നാവ് വിട്ടു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഈശ്വരീയ ശക്തി വേണം. അത് കേൾക്കാൻ എനിക്കൊരു ഈശ്വരീയത വേണം. അത് ഞാൻ ഒരു 10-65 കൊല്ലം മുമ്പ് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കൺവിൻസായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഒരു മാഷക്ക്, ഒരു ടീച്ചർക്ക് സ്വയം സബ്ജക്റ്റ് അറിഞ്ഞിട്ടില്ലെങ്കിൽ സംശയം ചോദിക്കുന്ന കുട്ടികളോട് യു സിറ്റ് ദർ ഐ സേ യു ഒബേ എന്ന് പറയും. കാരണം എന്താ? പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. പറഞ്ഞ് മനസ്സിലാക്കാൻ ശേഷിയുള്ളവരെന്ത് പറയും? ആസ്ക് എനി ക്വസ്റ്റ്യൻ, ഐ വിൽ റിപ്ലൈ. കാരണം ആ കുട്ടി ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാവണം, ഒരു കുശാഗ്ര ബുദ്ധിയുള്ള ഒരാളാവണം എന്നാണ് പണ്ടത്തെ മാഷന്മാരും ടീച്ചർമാരും വിചാരിക്കുക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം ഇല്ലാതെ കണ്ട ആർക്കും മാഷന്മാരാവാനും പറ്റില്ല. നല്ല മാഷന്മാരില്ലേ? ഇപ്പം നീറ്റ് പരീക്ഷയ്ക്കൊക്കെ കണ്ടില്ലേ? അപ്പോൾ എന്താ ഇവിടെ ഇതൊക്കെ പറയാൻ എന്താ കാരണം? ഇതൊക്കെ പറയാൻ കാരണം പിന്നെ വിഷയവൈരാഗ്യം. അപ്പോൾ വൈരാഗ്യം വരാമെന്ന് പറഞ്ഞാൽ ഇനഫ്, എനിക്ക് ഈ കഞ്ഞിയും ചൂടുള്ള കഞ്ഞിയും ഉപ്പില്ലാണ്ട് കുടിക്കാം എന്ന് പറഞ്ഞാൽ സ്വാദ് നോക്കിയിട്ടല്ല കുടിക്കണത്.
സ്വാദ് നോക്കിയിട്ടല്ല കുടിക്കണത്. ഒരു ചുട്ട പപ്പടോ എന്താ ഉള്ളത് അത് ഇനഫ്. മനസ്സിൻ്റെ സംതൃപ്തിയാണ് ജീവിതത്തിൻ്റെ വിജയം. മനസ്സിൻ്റെ സംതൃപ്തിയാണ് ജീവിതത്തിൻ്റെ വിജയം. എന്താ ഉള്ളത് അതിലൊരു കണ്ടൻമെൻറ്റ്, സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ഇനഫ്. അതാണ് വിഷയവൈരാഗ്യം. അപ്പോൾ ആ വിഷയവൈരാഗ്യം ജന്മനാ സിദ്ധിച്ചുള്ള ആളാണ് ആര്? ശുഖബ്രഹ്മർഷി. അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന അച്ഛനെ പറ്റിയിട്ട് പ്രശ്നമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറ്റില്ല. കാരണം ബ്രഹ്മത്തിൽ മീതെ ഒരു എക്സിക്യൂട്ടീവ് ക്ലാസ് ഇല്ല. അപ്പോൾ കർമ്മത്തിന് അധികാരം സിദ്ധിക്കുന്ന ഉഭയനാദി കർമ്മങ്ങളൊന്നും ഇല്ലാത്തവനുമായിരുന്നു. കാരണം അപ്പോൾ എന്താണ് കാരണം? ആത്മസൂര്യൻ ഉദിക്കുന്നുണ്ടോ? ആത്മസൂര്യൻ അസ്തമിക്കുന്നുണ്ടോ? ഞാനും നിങ്ങളും കുളത്തിലോ പുഴയിലോ മുങ്ങുമ്പോൾ ഈ ജീവാത്മാവ് കെടുന്നുണ്ടോ? ഞാനും നിങ്ങളും ഉറങ്ങുമ്പോൾ ജീവാത്മാവ് ഉറങ്ങുന്നുണ്ടോ? ജീവാത്മാവ് ഉറങ്ങിയാൽ, ജീവാത്മാവ് പുറത്തിറങ്ങിയാലത്തെ സ്ഥിതി എന്താ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീടാണോ വലുത്? നമ്മുടെ സമ്പാദ്യം പാസ്ബുക്കാണോ വലുത്? പറമ്പാണോ വലുത്? എനിക്കൊരു ആനയുണ്ട് വിചാരിക്കുക, എൻ്റെ ആനയാണോ എനിക്ക് വലുത്? അല്ല, എനിക്ക് എൻ്റെ ആത്മാവാണ് വലുത്. നിങ്ങൾക്കും. അത് പണ്ഡിത പാമര ഭേദവ്യത്യാസം ഇല്ലാതെ കണ്ട് എല്ലാ ചറ്റക്കുടിലുള്ളവരുടെ ഹൃദയപത്മത്തിലും ഭഗവാൻ വസിക്കണു. ഈ ഒരു സുതാര്യത, ഏറ്റവും വലിയ സുതാര്യത, ട്രാൻസ്പെറൻസി, വൈറ്റ് പേപ്പർ, ധവളപത്രം ഏതാ? ഭാഗവതാണ്. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുള്ളതും ഭഗവാനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ കഷ്ടകാലം എന്ന് പറയാം, നമ്മൾക്കത് വായിക്കാനോ അത് രസിക്കാനോ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതൊരു അപരാധം, അത്രയേ ഉള്ളൂ. അപ്പോൾ കർമ്മത്തിനധികാരം, അതാണ് ഉപനയനാദി കർമ്മങ്ങൾ. ബ്രാഹ്മണർക്ക് ഉപനയനം ഇല്ലെങ്കിൽ വിവാഹം കഴിക്കില്ല. അപ്പോൾ കല്യാണത്തിൻ്റെ തലേദിവസം ഉപനയനം ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. നിവൃത്തിയുണ്ടോ? ആലോചിച്ച് നോക്കൂ. ചില മഹാക്ഷേത്രങ്ങളിൽ 3 പൂജ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് 3 പൂജ? ഉഷപൂജ, അത് കഴിഞ്ഞാൽ ഉച്ചപൂജ, അത് കഴിഞ്ഞാൽ രാത്രി അത്താഴ പൂജ. ഈ പൂജകൾക്കൊക്കെ നിവേദ്യം വേണം. ഇപ്പം അങ്ങനെയല്ല, ഒരു പ്രാവശ്യം നിവേദ്യം വയ്ക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പ്രായമായിട്ട് അച്ഛനും അമ്മയുണ്ട്. എനിക്ക് സമയമില്ല അമ്മ, നിങ്ങൾ ഒരു നേരം ആഹാരം ഒന്നായിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ പറ്റുമോ? അപ്പോൾ ഈശ്വരൻ ശ്രീലകത്തു നിന്ന് വന്ന് പൂജാരിയോടോ കമ്മിറ്റിക്കാരോടോ ചോദിക്കുമോ, എന്തുകൊണ്ട് എനിക്ക് 3 നേരം പൂജ തന്നില്ല? ഐ ആം സോ സീരിയസ് ഇൻ ദി സബ്ജക്റ്റ്. ദാറ്റ് ഈസ് വൈ ഞാൻ എൻ്റെ 21.5 വർഷം പട്ടാമ്പി പടിഞ്ഞാറേമഠം ഗുരുവായൂരപ്പൻ ദേവസ്വം നടത്തി പരിചയമുള്ള ഒരാളാണ്. ഒരു ബോധം വന്ന ദിവസം മുതൽക്ക് പുല്ല് ചെത്തിയിട്ടും മാറാലടിച്ചിട്ടും ശ്രീലകത്തിന് കാവി തേച്ചിട്ടും വൈറ്റ് വാഷ് ചെയ്തിട്ടും 3-4 കിലോമീറ്റർ ദൂരത്തുനിന്ന് ഇത്തിള് കൊണ്ടുവന്ന് കുമ്മായാക്കി തത്തമാർക്ക് നീലം കലക്കി ആലിൻ്റെ തോല് വെട്ടിക്കൊണ്ടുവന്ന് ബ്രഷാക്കിയിട്ട് അമ്പലം വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ. നിങ്ങളെന്നെ ഭാഗ്യവാൻ അല്ലെങ്കിൽ വിവരമുള്ള ഒരാൾ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ, യാതനകൾ. ആ യാതനകൾ സെൽഫ്ലെസ്, എനിക്ക് വേണ്ടിയിട്ടല്ല, പ്രതീകാത്മകമായിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളെ പരിപാലിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന് ഒരു എന്താണെന്നാ പറയുക, ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം, അതാണ് വലുത്. ഒരു 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 എന്താണെന്നാ പറയുക, ഒരു ജീവിയെ രക്ഷിക്കുക. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ ചിക്കനും മട്ടനും കഴിക്കുക? കൊന്നാ പാവം തിന്നാ പോണതല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് വിഷയവൈരാഗ്യം. ഇന്നത് തിന്നണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവരുത്. അപ്പോൾ
വിഷയവൈരാഗ്യം സിദ്ധിച്ചവനും അതുകൊണ്ട് തന്നെ കർമ്മത്തിന് അധികാരം സിദ്ധിക്കുന്ന ഉപനാനായത് കർമ്മങ്ങളൊന്നുമില്ലാതെ. അപ്പോൾ ആത്മസൂര്യൻ എന്ന് പറഞ്ഞാൽ അതിന് പഞ്ചമസ്കന്ധത്തിൽ ജഡഭരതൻ പറഞ്ഞൊരു കഥാപാത്രം വരും. അപ്പോഴും അദ്ദേഹം അതെ ബ്രാഹ്മണനാണ്. അദ്ദേഹം ജഡനാണെന്നും ബധിരനാണെന്നും മൂകനാണെന്നും എന്താണെന്ന് പറയുക അഭിനയിക്കുകയാണ്. എന്തിനാ അഭിനയിക്കണത്? കാമക്രോധ മത മത്സര ലോഭ ഭയാദികളാകുന്ന 6 വൈരികളെ മനസ്സിൽ പ്രതിഷ്ഠിക്കാതെണ്ടിരിക്കാൻ. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഇവരാണ് ഇരിക്കുന്നത് സത്യത്തിൽ. ഏതാ? കാമ ക്രോധ മത മത്സര ലോഭ ഭയാദികൾ. ഇവരുള്ളപ്പോൾ ഈശ്വരീയത അങ്ങോട്ട് വരില്ല. ഈശ്വരീയത വരണമെന്നുണ്ടെങ്കിൽ ഇവരെ പടിക്ക് പുറത്താക്കി പിണ്ഡം വെച്ച് ചാണകവെള്ളം തളിച്ച് ശുദ്ധാക്കിയാൽ മാത്രമേ ഈശ്വരീയത മനസ്സിൽ നിറയുള്ളൂ. ഈശ്വരീയത മനസ്സ് നമ്മുടെ കൺട്രോളിലാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എൻ്റെ മനസ്സ് എൻ്റെ വശത്താണ് എത്ര ആൾക്ക് പറയാൻ പറ്റും? കാരണം മനസ്സിൻ്റെ സ്വഭാവം തന്നെ ചഞ്ചലിപ്പുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് അവരവർക്ക് ആവശ്യമുള്ളതും അവരവർ പറഞ്ഞാൽ കേൾക്കാത്തതുമായ സാധനത്തിനെയാണ് ഭഗവാന് കൊടുക്കുന്നത് പറഞ്ഞത്. ഏത്? മനസ്സിനെ ഭഗവത് പാതാരവിന്ദത്തിൽ വെച്ച് സന്തോഷിക്കുക. അപ്പോൾ ഈ മനസ്സിനെ ആനയ്ക്ക് തോട്ടി എത്രത്തോളം ഭയമാണ്, അതേപോലെ സദ്ബുദ്ധിയാകുന്ന തോട്ടി കൊണ്ട് വേണം മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ. എന്നാൽ കുഴപ്പമില്ല. മനസ്സ് നമ്മുടെ സ്ലേവായിരിക്കണം. മനസ്സിൻ്റെ സ്ലേവ് നമ്മളായാൽ ബുദ്ധിമുട്ടായി. മനസ്സ് പറയുന്നതൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ വിൽ ബിക്കം എൻ ആസ്ട്രേ. എന്താ ആസ്ട്രേ എന്ന് പറഞ്ഞാൽ? പണ്ടത്തെ കാലത്ത് ഈ സിഗരറ്റിൻ്റെ പൊടി തട്ടാൻ ഒരു പാത്രം വട്ടത്തിൽ ഒരു 3 ചാലായിട്ടൊരു സാധനമുണ്ട്, ആസ്ട്രേ. അതാരും സാരി കൊണ്ട് തുടക്കില്ല, തേപ്പ് കൊണ്ടേ തുടക്കുള്ളൂ. കണ്ണാടി തേപ്പ് കൊണ്ട് തുടക്കില്ല. ചിലപ്പോൾ ഉടുവസ്ത്രം കൊണ്ടൊക്കെ തുടച്ചു എന്ന് വരും. മുണ്ട് കൊണ്ടോ സാരി കൊണ്ടോ തോർത്തുമുണ്ടോ കൊണ്ടോ നല്ല അഴുക്കില്ലാത്ത വസ്ത്രങ്ങളെ കൊണ്ട് കണ്ണാടിയുടെ പ്രതലം തുടയ്ക്കും. അപ്പോൾ ആ തുണി കൊണ്ട് ആശ്രയ തുടക്കില്ല. അപ്പോൾ ആശ്രയിൽ വീഴുന്ന ചാരം പോലെ ആർക്കും ഉപകാരമില്ലാത്ത ജന്മമായി തീരരുത് നമ്മൾ. അതുകൊണ്ടാണ് ഇദ്ദേഹം കർമ്മങ്ങളൊന്നുമില്ലാത്തവനുമായിരുന്നു. അതുകൊണ്ട് സർവത്തിനെയും ഉപേക്ഷിച്ചു പോയി. ഇതിപ്പോൾ നമുക്കൊക്കെ ചെയ്യേണ്ട ഒരു കടമയാണ്. അവസാനം നമ്മൾ കാര്യങ്ങളിൽ എന്താണെന്ന് പറയുക, അതായത് പ്രവൃത്തി മാർഗത്തിൽ സന്തോഷിക്കുന്നവർക്ക് നിവൃത്തി മാർഗത്തിൽ സന്തോഷിക്കുന്നവരെ പോലെ ശാന്തത അനുഭവിക്കാൻ പറ്റില്ല. യാദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്മൈ 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 നമോ നമഃ. ശാന്തി, പുഷ്ടി, തുഷ്ടി, ഇല്ലേ, നിദ്ര, ഇതൊക്കെ ഈശ്വരീയ വ്യാഹൃതികളാണ്, ഈശ്വരൻ്റെ അംശങ്ങളാണ്, ഈശ്വരാംശങ്ങളാണ്. അപ്പോൾ അത് ദിവസേന കാലത്തും വൈകുന്നേരത്തും ദേവി മാഹാത്മ്യം ജപിക്കുന്നൊരു വ്യക്തി, പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം വായിക്കാതെ ഇരിക്കില്ല, ഉപാസനയുടെ ഒരു ഭാഗം. അവരുടെ മകന് വേണ്ടിയിട്ട് ഒരു പെണ്ണ് കാണാൻ പോയി. ഭാര്യയും ഭർത്താവും അച്ഛനമ്മയും കൂടിയിട്ടാണ് പോണത്. മകൻ കാണുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ കണ്ട് തൃപ്തിയായിട്ട് മതി, മകനെ കാണാൻ സമയമില്ല, ലീവില്ല എന്നൊക്കെ നമ്മൾ പറയും. ശരി, ഓക്കെ. അവിടെ പോയി ആണുങ്ങളെക്കാൾ മരുമകൾ എങ്ങനെയായിരിക്കണം എന്നുള്ള താല്പര്യം അമ്മയ്ക്കായിരിക്കും. അപ്പോൾ അച്ഛൻ എന്തേ വിചാരിക്കുള്ളൂ? മകൾക്ക് മരുമകനാവുകയാണെങ്കിലും അല്ലെങ്കിൽ മകൾക്ക് മരുമകനാവേണ്ടി വന്ന ആളും തറവാടിയാണെന്ന് നോക്കുള്ളൂ. ഞാൻ വിവാഹം കഴിക്കുന്നവൻ സുന്ദരനാണോ എന്ന് മാത്രമേ പെൺകുട്ടിക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അമ്മയ്ക്കതല്ല, എന്തുണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് അറിയാതെ കണ്ട അമ്മ മരുമകളെയും സ്വീകരിക്കില്ല, മരുമകനെയും സ്വീകരിക്കില്ല. ഇനി
ഭർത്താവിന് മരുമകനെ അല്ലെങ്കിൽ മരുമകളെ ഇഷ്ടമായി എന്ന് വിചാരിക്കുക. വുഡ് ബി ഭാര്യ എന്തു ചെയ്യും? അയാളുടെ കയ്യോ തൊടയോ അല്ല ഒന്ന് നുള്ളിയിട്ട് പറയും, പിന്നെ പറയാട്ടോ അപ്പം കടന്ന് പറയണ്ട പറയും. എന്താ ചായയൊക്കെ കുടിച്ചിട്ട് ശരി ഞങ്ങൾ അറിയിക്കാം. കാറ് കയറി പോരുമ്പോൾ പുള്ളി പറയും, നിങ്ങൾ എന്ത് മനുഷ്യനായേ, ആ കുട്ടീനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പുഷ്ടിയില്ലാത്ത കുട്ടിയാണത്. എന്താ പറഞ്ഞത്? പുഷ്ടിയില്ലാത്ത കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ തടിയില്ലാത്ത കുട്ടിയെന്നർത്ഥം. അപ്പം ശരീരത്തിനാണോ പുഷ്ടി വേണ്ടത്, മനസ്സിനാണോ പുഷ്ടി വേണ്ടത്? ശരീരത്തിന് പുഷ്ടിയുണ്ട്, മനസ്സിന് പുഷ്ടിയില്ല. നമുക്ക് മരുമകനായിട്ടോ മരുമകളായിട്ടോ സ്വീകരിക്കാൻ പറ്റുമോ? അപ്പം ഈശ്വരീയത ഉണ്ടോയെന്നല്ലേ നമ്മൾ നോക്കണ്ടു. ഈശ്വരീയത ഇല്ലെങ്കിൽ അപ്പം ഈ പുഷ്ടിയില്ലാത്തവർക്ക് തുഷ്ടി ഉണ്ടാവില്ല പറയും. അതേമാതിരി യാദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത. ലജ്ജയില്ലാത്ത മകള് അല്ല മരുമകള്. അപ്പം ഇതൊന്നും ചക്കൊന്നുമല്ല ചൂന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ എന്ത് വേണം? ഞാൻ 100% എൻ്റെ മനസ്സ് ഈശ്വരന് കൊടുത്ത് അനന്യശരണാഗതനായിട്ട്. എന്താ അനന്യശരണാഗതൻ എന്ന് പറഞ്ഞാൽ? ഞാൻ വേറെ ഒന്നും എൻ്റെ LICനെയോ എൻ്റെ പ്രോവിഡൻറ്റ് ഫണ്ടിനോ എൻ്റെ ഗ്രാറ്റുവിറ്റിനോ എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയതിനോ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതിനോ ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് എന്നിലുള്ള ചൈതന്യത്തിന് വഴങ്ങി ഈ ശുഖബ്രഹ്മ മഹർഷി അല്ലെങ്കിൽ ജഡഭരതൻ പറഞ്ഞ പോലെ സ്വന്തം ആത്മാവിൻ്റെ കിരണങ്ങൾ എൻ്റെ സദ്ബുദ്ധിയെ പ്രചോദിപ്പിച്ചുകൊണ്ട് എന്നെ വഴി നടത്തണമെന്നുണ്ടെങ്കിൽ എന്നേക്കാൾ ഭാഗ്യവാൻ വേറെ ആരും ഉണ്ടാവില്ല. മനസാക്ഷിക്ക് അനുസരിച്ചിട്ട് വേണം. അമ്മ പറഞ്ഞു, അമ്മായിയമ്മ പറഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യരുത്. അവരവരുടെ മനസാക്ഷി, ആ മനസാക്ഷിയാണ് ഈശ്വരൻ. അപ്പോൾ ഞാൻ ഈ ഗായത്രി മന്ത്രം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു നിങ്ങളുടെ അടുത്ത്. ന പ്രചോദയാത് പറയരുത്, ന പ്രചോദയാന്നേ പറയാൻ പാടുള്ളൂ. കാരണം എന്താ? ന എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? നഹി എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ന. പ്രചോദിപ്പിക്കണ്ട എന്നർത്ഥം വരും. അപ്പോൾ സൂര്യകിരണങ്ങളെ പോലെ സദാസമയത്തും ജാഗരൂകനായിരിക്കുന്ന ആത്മസൂര്യൻ എന്നെ പ്രചോദിപ്പിക്കട്ടെ. ഞാൻ ഇപ്പോൾ നാഗങ്ങൾക്ക് അർച്ചിക്കുകയാണ്, ഞാൻ മഹാലക്ഷ്മിക്ക് അർച്ചിക്കുകയാണ്, ഞാൻ മഹാവിഷ്ണുവിനെ അർച്ചിക്കുകയാണ്, ഞാൻ അയ്യപ്പനെ, മുരുകനെ, ഹനുമാനെ, വാട്ട് നോട്ട്. അപ്പോൾ ആരാണ് എൻ്റെ പുഷ്പങ്ങളെ അർച്ചനയെ സ്വീകരിക്കുന്നത്? അവർ എന്നെ പ്രചോദിപ്പിക്കണമെന്ന് അല്ലാണ്ട് എൻ്റെ കൈകാല് മുട്ടുവേദന മാറ്റണമെന്ന് പറഞ്ഞാൽ അത് മാത്രം മാറും. പിന്നെ ചെവിക്കുത്താവും, കാതുക്കുത്ത്, എന്താ പറയുക. അവർ പറയും എന്ത് വന്നാലും ചെവിക്കുത്ത് വരരുതേന്നായി. അപ്പോഴാണ് ഒരാൾക്ക് പല്ലുകുത്ത് വരുന്നത്, പല്ല് വേനിക്കും. അപ്പോൾ ചിലവർ നൂലിട്ടിട്ട് ഫാനിൽ കറക്കിയിട്ടൊക്കെ പല്ല് പറിച്ചുള്ള ആൾക്കാരുണ്ട്, രസികന്മാർ. വേദനിച്ചിട്ട് ഇരിക്കാൻ പുറത്തില്ല. സ്ത്രീകൾ പുകല വയ്ക്കും, അല്ലെങ്കിൽ കരാമ്പ് വയ്ക്കും, ഏലക്കായ വയ്ക്കും, ഉപ്പ്, കല്ലുപ്പ്. അതിനിപ്പോൾ എവിടെ പോവുക? ഒക്കെ പൊടിയുപ്പാ. അപ്പം ഇങ്ങനെ പലതരത്തിലും സുഖിക്കണം എന്ന് വിചാരിക്കും. സുഖിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നമ്മളെ എത്തിക്കുന്നത് പാപപങ്കിലമായൊരവസ്ഥയിലാണ്. ആനന്ദം എന്താണെന്ന് അറിയാത്ത ഒരാൾ സുഖം തേടിപ്പോയാൽ അവൻ മായയിൽ കുടുങ്ങിയെന്ന് അർത്ഥം പറയാം. അപ്പം എന്ത് വേണം? എൻ്റെ കടമകളും കടപ്പാടുകളും നിറവേറ്റിയും കൊണ്ട് സ്വാർത്ഥത അനുഭവിക്കാതെ കൊണ്ടിരുന്നാൽ ഈ പ്രകൃതിയിൽ 2 വരങ്ങളാണ് മേന്മയായിട്ടുള്ളത്. ഏതാത്? ബാങ്ക് ബാലൻസ് ആണോ? അല്ല. വണ്ടിയാണോ? അല്ല. കഴിച്ചത് ദഹിക്കും വേണം, കടന്ന ഉറക്കം വരും വേണം. എല്ലാം കഴിക്കരുത് കേട്ടോ, ആവശ്യമുള്ളത് മാത്രമേ കഴിക്കാവൂ. അതിനൊരു റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. വയറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് 25% കാൽ ഭാഗ്യ ആഹാരം കഴിക്കാൻ പാടുള്ളൂ.
കാൽ ഭാഗം വെള്ളം കുടിക്കാം. അപ്പോൾ അരഭാഗമായി. ബാക്കി അരഭാഗം വായു ഉണ്ടായിരിക്കണം ശരീരം, ഈ ആമാശയത്തിൽ. ഇന്ന് അങ്ങനെയല്ല. ബഫയ്ക്ക് കൂടുതൽ ആഹാരമുള്ള ബഫയ്ക്ക് പ്ലേറ്റ് ചെറുതാവും. കാരണം എന്താ? അല്ലെങ്കിൽ ഈ ഹനുമാൻ മറ്റേ പിന്നെന്താണെന്നാ പറയുക, മൃതസഞ്ജീവിനി കൊണ്ടുവരുന്ന കൂട്ടത്തിൽ താങ്ങി പിടിച്ചിട്ടാണ് കൊണ്ടുവരുക ആൾക്കാർ. അത്ര എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇങ്ങനെ വെച്ച് കൂമ്പാരായിട്ടുണ്ടാവും. അതെല്ലാം ഒരു വറ്റിയാണ് പോണത്. അപ്പോൾ ചിലവർ വീട്ടിലെ ഫ്രിഡ്ജിൽ ഈനോ വച്ചിട്ടുണ്ടാവും. എന്തിനാ? 3 നേരം വെട്ടി വിഴുങ്ങിയത് ദഹിക്കണ്ടേ? അപ്പോൾ വയറ്റിന് പ്രകൃതിയുടെ നിയമപ്രകാരം ദഹനം ഉണ്ടാവണില്ല. കെമിക്കൽ ഇട്ടാലേ നമുക്ക് വയറ് ദഹിക്കട്ടുള്ളൂ. ഈനോ അല്ലെങ്കിൽ വേറെ എന്താ ജെറുസിയൽ എന്തോ പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ തന്നെ ഡ്രഗ്സിന് വഴിപ്പെടുകയാണ് ചെയ്യണത്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ആളായിരുന്നു വരെ ശുഗബ്രഹ്മർഷി. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് നാണം തോന്നിയില്ല. നേരെ മറിച്ച് വ്യാസരെ കണ്ടപ്പോൾ നാണം തോന്നി. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറയേണ്ടത്? അപ്പോൾ വ്യസനയുക്തനായ പിതാവ് ദീർഘസ്വരത്തിൽ വിളിച്ചും കൊണ്ട് പിന്തുടർന്നു. പുളതത്തിൽ നിന്ന് വിട്ടിട്ട് മോനേ മോനേ ശുഗാ ശുഗാ എന്നിങ്ങനെ വിളിക്കാൻ തുടങ്ങി. സർവാത്മഭാവം നിമിത്തം സമീപത്തുള്ള വൃക്ഷങ്ങൾ കൂടെ അപ്പോൾ പുത്ര പുത്ര എന്നതിനെ തന്നെ പ്രതിശബ്ദിച്ചുവോ. അതായത് എല്ലാ ജീവജാലങ്ങൾക്കും, മരങ്ങൾക്കും, ലതകൾക്കും, കല്ലിനും മുള്ളിനും ഒക്കെ ആത്മാവുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വേദന സ്വരം, ഈ സ്വരം മറ്റുള്ള ആത്മാക്കളെയും വേദനിപ്പിച്ചു. എൻ്റെ വലത് കൈ കൊണ്ട് എൻ്റെ ഇടത് കൈയിനെ പിച്ചിയാൽ എനിക്ക് വേദനിക്കില്ലേ? അപ്പോൾ ഞാൻ വേറൊരാളെ പിച്ചിയാൽ നമുക്ക് വേദനിക്കില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സാ വാചാ കർമ്മണ, മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും ബുദ്ധി കൊണ്ടും അല്ലേ ഒരാളെ വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചത് മാറ്റിയെടുക്കാൻ പറ്റില്ല. അസ്ത്രങ്ങളെ കൊണ്ടുണ്ടാവുന്ന മുറിവുകൾ മരുന്ന് വെച്ച് ഉണക്കാം. വാക്ഷരങ്ങൾ ഹൃദയത്തിനെ ഭേദിച്ചാൽ അതിന് മരുന്ന് വെച്ച് കെട്ടാൻ ആർക്കും പറ്റില്ല. അവിടെ നിർത്താം. നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ഈ പ്രിയാമ്പിള സംഗതി നിങ്ങൾ ഇറ്റ് ഈസ് നോട്ട് ഈസി. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരോട് പറഞ്ഞതാണ്, എന്താ ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കണേ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒഴിവാവാനൊക്കെ തുടങ്ങി. പിന്നെ ആ കുട്ടിയുടെ സിൻസിയറിറ്റി എന്നെ ശരി ഓക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങുക ചെയ്തത്. അപ്പോൾ എനിക്കറിയാം ഇറ്റ് ഈസ് ആൻ ഹെർക്കൂലിയൻ ടാസ്ക്. ഒരു ഹിമാലയ പർവ്വതത്തിനെ പൊന്തിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് ഭാഗവതത്തിന് അർത്ഥം പറയുക എന്നുള്ളത്. പക്ഷേ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവർക്ക് രക്ഷപ്പെടാം. ഞാൻ രക്ഷപ്പെട്ട പോലെ ഞാൻ രക്ഷപ്പെട്ടു. കാരണം എന്താ? ഞാൻ പറഞ്ഞില്ലേ, എല്ലാം യഥോ രാജ തഥോ പ്രജ. രാജാവ് ഞാനല്ല, രാജാവ് ഭഗവാനാണ്. ദാസോഹം തവ കേശവ. അപ്പോൾ എനിക്ക് എൻ്റെ ഗുരുനാഥൻ ഒരു പേരിട്ടു, ഭാഗവത ഭക്തദാസൻ. ഭാഗവതദാസൻ എന്നല്ല, ഭാഗവത ഭക്തന്മാർ നിങ്ങളാണ്. ഭാഗവതം കേൾക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദാസനാണ് ഞാൻ. നിങ്ങളാണ് എൻ്റെ പ്രഭു. നിങ്ങൾ എത്ര ആൾക്കാരുണ്ടോ അത്രയും ആൾക്കാരുടെ ഹൃദയത്തിലുള്ള ചൈതന്യം എന്നെ ബ്ലെസ് ചെയ്യും. നിങ്ങൾക്ക് ആലോചിക്കാനും സ്മരിക്കാനും ആ സ്മരണ നിലനിർത്താനും കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന പീസ് ഓഫ് മൈൻഡ്, അതാണല്ലോ ഏറ്റവും വലിയ സാധനം അല്ലേ? അത് ഒരു മാളിലും പോയാൽ വാങ്ങാൻ കിട്ടില്ല, മെഡിക്കൽ ഷോപ്പിലും കിട്ടില്ല. പീസ് ഓഫ് മൈൻഡ്, PEAC സമാധാനം. PIEC അല്ല, അത് കഷ്ണം അല്ലേ, അത് വ്യത്യാസമുണ്ട്. ശബ്ദമൊക്കെ ഒന്നാണ്. അങ്ങനെ എല്ലാവരുടെയും ഹൃദയഗഹുരത്തിൽ വസിക്കുന്ന വാസുദേവ ചൈതന്യം എല്ലാവർക്കും സുവിധമായ രീതിയിൽ പ്രകടമായിക്കൊണ്ട് അവരവരുടെ വ്യാകുല ചിന്തകളെ നിർമാർജനം ചെയ്ത്
സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിനെ മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്ത് അത് അനുഭവിച്ചുകൊണ്ട് ആനന്ദം, ബ്രഹ്മാനന്ദം അനുഭവിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.